ബി.ജെ.പിയെ അതിശക്തമായി വിമർശിച്ചുകൊണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാവ് തന്നെ രംഗത്ത് വന്നത് വലിയ തലവേദനയായിരിക്കുന്നു. 2 തവണ ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയും 4 തവണ ബി.ജെ.പിയുടെ എം.പിയുമായിരുന്ന ശാന്തകുമാർ ആ പാർട്ടിയുടെ ഇന്നത്തെ അവർ എത്തി നിൽക്കുന്ന ദയനീയ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. തത്വാധിഷ്ഠിത രാഷ്ട്രീയം ഉപേക്ഷിച്ച് ബി.ജെ.പിയിലും ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം കസേരയ്ക്ക് വേണ്ടി മാത്രമായി അധപ്പതിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏറെക്കാലം ബി.ജെ.പിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഹിമാചൽ പ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ശാന്തകുമാർ ഈ അഭിപ്രായം പുറത്തുവിട്ടത് ഹിമാചൽ പ്രദേശ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. രാമക്ഷേത്രം നിർമ്മിച്ചതുകൊണ്ട് മാത്രമായില്ല എന്നും ശ്രീരാമ തത്വങ്ങൾ പിന്തുടരണമെന്നുള്ള അതിശക്തമായൊരു താക്കീതാണ് അദ്ദേഹം പാർട്ടിക്കും നേതാക്കൾക്കും നൽകിയിരിക്കുന്നത്. വാജ്പേയിയുടെ കാലത്തു തന്നെ ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ശാന്തകുമാർ. ഇന്നത്തെ നരേന്ദ്രമോദിയും അമിത്ഷായുമെല്ലാം അന്ന് ഒന്നുമല്ല. എന്നാൽ ശാന്തകുമാറിനെ പോലെയുള്ളവർ മാറി ഭരണം മോദിയിലേക്ക് പോയപ്പോഴാണ് ഈ അധപ്പതനം ബി.ജെ.പിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ശാന്തകുമാർ തുറന്നടിക്കാൻ കാരണമുണ്ട്. അതായത് ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറിയ 6 കോൺഗ്രസ് എം.എൽ.എമാർ ബി.ജെ.പിയിൽ ചേർന്നത് പരാമർശിച്ചുകൊണ്ടാണ് ശാന്തകുമാറിൻ്റെ ഈ വാക്കുകൾ വന്നത്. ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള കാലുമാറ്റമാണ് ഇതെന്നും ബി.ജെ.പിയുടെ പ്രേരണയിലാണ് ഈ കൂറുമാറ്റം നടന്നതെന്നും ശാന്തകുമാർ തുറന്നടിച്ചു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എപ്പോഴും ജനങ്ങളെ ബഹുമാനിച്ചും വിശ്വസിച്ചുകൊണ്ടും മുന്നോട്ടു പോകേണ്ടുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതിനു പകരം ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടവരെ വിലക്കെടുത്തത് മോശമായി പോയി. ഇതാണ് ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ കണ്ടത്. ഈ 6 എം.എൽ.എമാർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 6 പേരും അയോഗ്യരായി മാറി. ഇനി മത്സരിക്കാനോ ജനങ്ങളുടെ അടുത്ത് പോകാനോ അവർക്ക് കഴിയില്ല. കാരണം അവർ ജനങ്ങളെയാണ് വഞ്ചിച്ചിരിക്കുന്നത്. എന്നാൽ വഞ്ചിക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരിക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന ബി.ജെ.പിയാണ്. ആ ബി.ജെ.പിയെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരവസ്ഥയെക്കുറിച്ചാണ് മുൻ ബി.ജെ.പി മുഖ്യമന്ത്രി കൂടിയായ ഒരാൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ രാജ്യം മുഴുവൻ വാർത്തയാക്കാനൊന്നും മാധ്യമങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും ഹിമാചലിൽ അത് വാർത്ത തന്നെയാണ്. 4 മണ്ഡലങ്ങളിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ 6 എം.എൽ.എമാർ അയോഗ്യരായ നിയമസഭാ മണ്ഡലത്തിലേക്കും ജൂൺ 1-ാം തീയതി തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ ബി.ജെ.പി കാണിച്ചത് ജനാധിപത്യ ധ്വംസനമാണെന്നും ഈ പാതകത്തിന് കൂട്ടുനിൽക്കരുത് എന്നുമുള്ള സൂചനയാണ് ശാന്തകുമാർ നൽകിയത്. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും ജനങ്ങളെയും പച്ചക്ക് വഞ്ചിച്ച ബി.ജെ.പിക്ക് 8ന്റെ പണി കൊടുക്കാനുള്ള ഒരു ആഹ്വാനമാണ് ശരിക്കും ബി.ജെ.പിയുടെ മുൻ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്.